നമസ്കാരം. അടുത്തതായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു പാളിപ്പോയ കുളയാത്ര. അതെ, സുരേന്ദ്രൻ നടത്തുന്ന പദയാത്ര പാളിപ്പോയതായി പ്രഖ്യാപിക്കുന്നു. എന്തായാലും ആ പദയാത്രയിലെ ആ പാട്ടൊന്ന് നമുക്ക് കേൾക്കാം. ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള വരികളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ പാട്ടൊന്ന് കേട്ടോക്കെ നമുക്ക്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും ഒന്ന് കേട്ടോക്കി. പിശാചിനോടു എതിരിടാനും ഞങ്ങളുണ്ട് കൂട്ടരേ, അഴിമതിക്കു പേരുകേട്ട് കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരേ, താമരപ്പ് മൊഴി പിടിക്കു കൂട്ടരേ, താമരപ്പ് മൊഴി പിടിക്കു കൂട്ടരേ. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ കേൾക്കണം. അഴിമതിക്കു പേരുകേട്ട് കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരേ, അഴിമതിക്കു പേരുകേട്ട് കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരേ, അഴിമതിക്കു പേരുകേട്ട് കേന്ദ്ര ഭരണതന്ത്രം ഇന്ന് തച്ചുടയ്ക്കാൻ അണിനിരക്ക കൂട്ടരേ. അല്ലട പൊട്ടന്മാരെ, അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണം തച്ചിടക്കു കൂട്ടരെ, താമരക്ക് വോട്ട് ചെയ്യ് കൂട്ടരെ. അല്ല പൊട്ടന്മാരെ, അപ്പൊ ഈ കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ഈ പറയുന്ന താമര പാർട്ടി തന്നെ അല്ലേ? പഠിച്ച റബ്ബയ്യപിടിക്കങ്ങളെ പോക്ക്. ഇത്രക്ക് വിഡ്ഢികളാണോ താമരക്ക് വോട്ട് ചെയ്ത ആളുകൾ, താമരയിലുള്ള ആളുകളും? എന്തായാലും ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കേരളത്തിലെ താമര വിരിയില്ല എന്നുള്ളതും അഴിമതിയാണ് കേന്ദ്രത്തിൽ നടക്കുന്നത് എന്നുള്ളത് പോലും BJP പോലും, കേരളത്തിലെ BJP പോലും സമ്മതിച്ച്. എന്നിട്ട് ഇപ്പൊ പുതിയ ന്യായീകരണം വന്നിട്ടുണ്ട്. ഇത് തെറ്റ് പറ്റിയതാണ്, BJP IT സെല്ലിന്റെ കയ്യിൽ തെറ്റ് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് തെറ്റ് പറ്റിയതല്ല, ഇങ്ങളെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പാര പണിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. ഇക്കൊക്കെ BJPന്റെ പല ഡീറ്റെയിൽസുകളും കൊണ്ടുവന്ന് തരാറുള്ളത് ആരാണെന്ന് അറിയോ? നിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അതിലൊരു സംശയമല്ല. കാരണം നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ നിങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ആളുകൾ. അപ്പൊ ഈ പാർട്ടി എന്ന് പറയുന്നത് മനഃപൂർവ്വം നിങ്ങളെ കരുവാരി തേക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ആളുകൾ സൃഷ്ടിച്ച പാട്ടാണ്. അല്ലാതെ മറ്റാരും വന്ന് അവിടെ പ്ലേ ചെയ്തിട്ടില്ലല്ലോ പൊന്നാനിയിൽ. പൊന്നാനിയിലാണല്ലോ ഈ പാട്ട് ഭയങ്കര എന്താ പറയാ വൈറലായി മാറിയത്. അപ്പൊ ഈ പൊന്നാനിയിൽ നിങ്ങൾ തന്നെയല്ലേ ഈ പാട്ട് പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു ഫാൾട്ട് എന്നൊന്നും പറയാനില്ല. എന്തായാലും നിങ്ങളുടെ ഭരണം എത്രത്തോളം നല്ലതാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതിൽ വളരെയധികം നന്ദി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് മുൻപൊക്കെ ഞാൻ എടുത്തു പറഞ്ഞിരുന്ന കാര്യമാണ്, ഇവര് ഇപ്പൊ ജനങ്ങളെ മതങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലിക്കും. അതിനുശേഷം ജനങ്ങളെ എന്ത് ചെയ്യും? ഹിന്ദുവിൽ തന്നെ താഴ്ന്ന ജാതി, മേൽജാതി, ബ്രാഹ്മണന്, SC ST എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരം തിരിക്കും എന്നുള്ളത് ഇതിനു മുൻപൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. അത് ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പദയാത്ര സുരേന്ദ്രന്റെ പദയാത്രയിലെ പോസ്റ്റില് ഉച്ചഭക്ഷണം SC and ST നേതാക്കളും ഒന്നിച്ച്. ഇവിടെ ഈ SC ST എന്ന് എടുത്തു പറയേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തെ എടുത്തു പറയേണ്ട ആവശ്യം എന്താണ്? അതായത് ഇവര് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിന് ശേഷം ഹിന്ദുമത രാഷ്ട്രം രൂപീകരിച്ചതിന് ശേഷം ഇവർ ഇനി തരം തിരിക്കാൻ പോകുന്നത് SC ST, ബ്രാഹ്മണന്, ബ്രാഹ്മണ ഹിന്ദു, അല്ലെങ്കിൽ മേൽജാതി, കീഴ്ജാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിന്ദുവിൽ തന്നെ പല വർഗീയതയും കുത്തിക്കഴറ്റിയിട്ട് ഇവർ എന്ത് ചെയ്യും? മതങ്ങളെ എന്ത് ചെയ്യും? ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. കാരണം ഇവരുടെ ഉദ്ദേശം തന്നെ അതാണ് എന്നുള്ളത് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഇനി നിങ്ങൾക്കൊക്കെ കിട്ടേണ്ടത്? എന്തായാലും അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണം തച്ചിടക്കു കൂട്ടരെ, അതാണ് പറയാനുള്ളത്. അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണം തച്ചുടച്ച് കയ്യിൽ തരും കേരള ജനത എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ കോലം പോയി കഴിഞ്ഞാൽ എന്തായാലും ഇപ്പൊ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഒരു സീറ്റ് പോലും നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ 100-ൽ 101% ഉറപ്പാണ്. എന്തായാലും നിങ്ങളുടെ പാർട്ടിയിലെ വിഷവിത്തുകളെ നിങ്ങൾ തന്നെ ആദ്യം തിരിച്ചറിയുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഇതുപോലെയുള്ള നിങ്ങളുടെ പാർട്ടിക്കുള്ളിലെ വിഷവത്തുകൾ ഉള്ളത് കൊണ്ട് മറ്റുള്ള പാർട്ടിക്കാർക്ക് അധികം പണിയെടുക്കാതെ സിമ്പിൾ ആയിട്ട് ജയിച്ചു പോകാൻ മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ ഇത്ര മാത്രമേ പറയാനുള്ളൂ. അഴിമതിക്ക് പേര് കേട്ട കേന്ദ്രഭരണം അത് ജനങ്ങൾ തച്ചുടക്കുക തന്നെ ചെയ്യും, അതിലൊരു സംശയമല്ല. അപ്പൊ എന്തായാലും എല്ലാവിധ തോൽവി ഭാവങ്ങളും നേർന്നുകൊണ്ട് BJPക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നു. ഓക്കെ, ബൈ.